മുണ്ടക്കൈയിലെ ഉരുൾപൊട്ടലുണ്ടായ പ്രദേശത്തിന് തൊട്ടടുത്തുള്ള അലവി പ്രദേശവാസിയാണ്. അദ്ദേഹമാണ് ഈ വിവരം ആദ്യം അറിയുന്ന കൂട്ടത്തിലുള്ള ഒരാളാണ്. അപ്പം ആ ഘട്ടത്തിലുണ്ടായിരുന്ന ഒരു മാനസികാവസ്ഥ എങ്ങനെയായിരുന്നു? അന്ന് ഈ ഉരുൾപൊട്ടി വരുന്ന ഒരു സൗണ്ട് ഉണ്ടായിരുന്നു. ആ സൗണ്ട് കേട്ടപ്പോൾ ഞാൻ എല്ലാവരും ഫോൺ ചെയ്ത് ഇങ്ങോട്ട് വെത്തി. എൻ്റെ മോനും പിന്നെ ബാക്കിയുള്ള കുടുംബങ്ങളൊക്കെ ഇവിടെ ഇങ്ങോട്ട് വന്നു. ഇങ്ങോട്ട് വന്നപ്പോൾ എല്ലാവരും ഇവിടെ വന്ന് നിന്ന് എല്ലാവരും ഇവിടുന്ന് ഞാൻ അങ്ങോട്ട് കൂട്ടിക്കൊണ്ടുപോയി. അവിടെ റിസോർട്ട് ഉണ്ട്, അതിൻ്റെ അപ്പുറത്ത് ഒരു പോലീസുകാരൻ അനസിൻ്റെ വീടുണ്ട്, അവിടെ കൊണ്ടുപോയി നിർത്തി. ഇതാണ് അലവിക്കുട്ടിക്കയുടെ ആരെങ്കിലും ബന്ധുക്കൾ ഇതിൽ അപകടത്തിൽപ്പെട്ടോ? ബന്ധുക്കൾ പോയിക്കണം, 10-25 ആൾ പോയിക്കണം. ഈ താഴെയുള്ള ആൾക്കാർക്ക് മുകളിലേക്ക് കയറി രക്ഷപ്പെടുകയായിരുന്നു. എല്ലാവരും താഴ്ന്ന് മേലേക്ക് വന്നതാണ്. അതിൽ കുറേ ആൾക്കാർ താഴെ കൂടെ ഒലിച്ചു പോയി. ഒക്കെ നമ്മളെ ബന്ധുക്കാരാണ്. ആദ്യം ഇവിടെ എത്തിയത് ആരാണ് ഈ രക്ഷാപ്രവർത്തനത്തിന്? ആദ്യം ഇവിടെ എത്തിയത് കുറച്ച് നമ്മളെ ഈ റിസോർട്ടിൽ കുറച്ച് ആൾക്കാരുണ്ടായിരുന്നു. അവർ വന്നിട്ടാണ് കുറേ ആൾക്കാരെ മാറ്റിയത്. അതിന് മുന്നേ വേറെ ആരും വന്നിട്ടില്ല. പിന്നീട് ഈ പോലീസിൻ്റെ ഈ തണ്ടർബോൾട്ട് ഈ സ്പെഷ്യൽ ഗ്രൂപ്പൊക്കെ പിന്നീടാണോ? അവരൊക്കെ പിന്നെ എത്തി. അവർക്ക് അവിടുന്ന് ഇങ്ങോട്ട് കടക്കാൻ വൈകില്ലാത്തതുകൊണ്ട് പിറ്റേന്നാണ് എത്തിയത്. അപ്പോൾ തന്നെ ഇതിൽ ഇവരുടെ ഒരു രക്ഷാപ്രവർത്തനം ഇങ്ങനെ പുരോഗമിക്കുകയാണല്ലോ, എങ്ങനെയാണ്? നമ്മളെ നാട്ടുകാർ കുറേ ആൾക്കാർ കൂടിയിട്ടാണ് കുറേ ജീവല്ല ആൾക്കാരെയൊക്കെ കഴിച്ചിലാക്കിയത്. യൂൻസ്, ആലക്കൽ നസീർ, കുട്ടന്, അങ്ങനെ കുറേ ആൾക്കാർ. ഷെഫി, ഈ ഇപ്പം ADGP MR അജിത് കുമാറിനിപ്പം ഈ മല കയറിയല്ലോ, ഈ പോലീസിൻ്റെ വലിയൊരു സംഘം ഇവിടെ ഉണ്ടായിരുന്നല്ലോ, അവരുടെയൊക്കെ രക്ഷാപ്രവർത്തനം എങ്ങനെ ഉണ്ടായിരുന്നു? കൃത്യമായിരുന്നു? അവർ നല്ല ഡീസൻ്റായിട്ട് കേരള പോലീസിൻ്റെ ആൾക്കാർ നല്ല സഹായിച്ചു. എല്ലാ സ്ഥലവും സ്പോട്ടും സന്ദർശിച്ചു. ഇവിടെ എല്ലാ പരിപാടി പോലും ചെയ്തു തന്നു. ഇപ്പോൾ മേലെ ഇതിൻ്റെ ഉരുൾപൊട്ടിൻ്റെ അവസാനം വരെ അവർ വന്നു. എല്ലാ വീടുകളും ഒരു ചെക്ക് ചെയ്തു, കണ്ടു. അങ്ങനെ ഒരു തിരിച്ചുപോയി. അതായത് ഇനി മേഖലയിൽ കൂടുതൽ രക്ഷാപ്രവർത്തനത്തിൽ സാധ്യത വെല്ലുവിളിയാണെന്ന് തോന്നുന്നു. എങ്ങനെ രക്ഷാപ്രവർത്തനം നടത്തുക അത്ര എളുപ്പമല്ലെന്ന് തോന്നുന്നു. ഇനി എന്തായാലും താഴെ ഭാഗത്ത് തരണം. പള്ളീൻ്റെ താഴത്തേക്ക് കുറേ ബോഡി ഉണ്ട് എന്നുള്ളത് നല്ല സുഖമാണ്. അപ്പോൾ നമ്മൾ കുടുംബങ്ങളൊക്കെ കുറേ ആൾക്കാർ നിലമ്പൂർ പോയി എന്ന് പറഞ്ഞു. അവിടുന്ന് കുറേ ബോഡി തിരിച്ചു വന്നിക്കണ്. എന്നാലും ഈ ചൂരമല സ്കൂളിൻ്റെ ഭാഗം, അതേമാതിരി നീലിക്ക, ഇവിടെ താമസിക്കാൻ പറ്റുമോ ഈ മേഖലയിൽ? താമസിക്കാൻ പറ്റായില്ല. എന്നാലും കുറേ വീടുകളൊക്കെ ഉണ്ട് ഇവിടെ. താമസിക്കാൻ പറ്റാത്ത ഏരിയ ഒന്നല്ല. താമസിക്കാൻ പറ്റിയില്ലെങ്കിൽ ഈ വീടൊക്കെ പോകില്ലേ? ഇത് ഇതാണ് അലവിക്കുട്ടികയുടെ വീട്. അദ്ദേഹത്തിൻ്റെ വീട്ടിലാണ് പലരും അവസാനം രക്ഷപ്പെട്ട് ഓടി എത്തിയത്. ഈ വീട്ടിലാണ്. ഏതായാലും പോലീസും ഒപ്പം ആർമി അടക്കമുള്ള ഉദ്യോഗസ്ഥന്മാരുടെ രക്ഷാപ്രവർത്തനം അത് കൃത്യമായി നടക്കുന്നുണ്ട്. നേരത്തെ ADGPക്കൊപ്പം ഈ താഴെയൊന്നും മുകളിലോട്ട് ഏതാണ്ട് 3 കിലോമീറ്ററോളം നടന്ന് ഈ പ്രദേശത്തിൻ്റെ എവിടെയൊക്കെ ആൾക്കാർ കുടുങ്ങിക്കിടക്കാൻ സാധ്യതയുണ്ട് എന്നടക്കം വിശദീകരിച്ച് നൽകിയത് അലവിക്കുട്ടിക്കയാണ്. വീഡിയോ ജേർണലിസ്റ്റ് ബിബിനൊപ്പം റിപ്പോർട്ടർ R. ഋഷിപാൽ, ഇൻ റിപ്പോർട്ടർ.